നമസ്കാരം. ശ്രീകല ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സംകർഷണമൂർത്തിയെ കുറിച്ചാണ്. കേൾക്കാൻ മറക്കരുതേ. പാതാളമൂലത്തിൽ ഭഗവാന്റെ തമോഗുണ സ്വരൂപനായ അനന്തൻ അഥവാ ആദിശേഷൻ സന്നിധാനം ചെയ്യുന്നു. ശരീരത്തിൽ ഞാൻ എന്നഭിമാനിക്കുന്ന അധിഷ്ഠാന ദേവതയായ ആ മൂർത്തിക്ക് സംകർഷണൻ എന്ന പേരുണ്ട്. ആ ഭഗവാന്റെ 1000 ശിരസ്സുകളിൽ ഒന്നിന്മേലാണ് ഈ ഭൂമണ്ഡലം ഇരിക്കുന്നത്. ആദിശേഷന്റെ ശിരസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി ഒരു കടുകുമണി പോലെ ചെറുതായിട്ട് തോന്നിക്കുകയുള്ളൂ. ആ മൂർത്തിയുടെ ഭൂമധ്യത്തിൽ നിന്ന് ഏകദശ രുദ്രന്മാർ ഉണ്ടായി. അനന്ത ഗുണനിധിയായ ഭഗവാൻ അമർഷരോഷങ്ങളെ അടക്കിക്കൊണ്ട് ലോകത്തിന് ക്ഷേമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മതമുദിത വിഹ്വലങ്ങളായ നേത്രങ്ങളോടും വണ്ടിൻകൂട്ടങ്ങളെ ആകർഷിക്കുന്ന നവതുളസി ഗന്ധമിശ്രിതമായ വൈജയന്തിമാലയോടും ഏകകുണ്ടലത്തോടും നീലവസ്ത്രത്തോടും ഹലായുധപാണിയായി ഭഗവാൻ ശോഭിക്കുന്നു. സകല ദേവമനുഷ്യാദികളും ആ പ്രഭുവിനെ സേവിക്കുന്നു. തന്നെ ഭജിക്കുന്ന മുമുക്ഷുക്കളുടെ അജ്ഞാന സ്വരൂപമായ ഹൃദയഗ്രന്ഥിയെ നശിപ്പിച്ചുകൊണ്ട് ആദിശേഷൻ ഭക്തഹൃദയത്തിൽ വസിക്കുന്നു. സംകർഷണമൂർത്തിയുടെ മഹിമയെ സ്വശിഷ്യനായ ശ്രീ നാരദർ ബ്രഹ്മസഭയിൽ സദാ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.